നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പ്രോബ്ലംസ് ചെയ്തതിന് ശേഷം ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലോട്ട് പോകും. അപ്പോൾ ആദ്യം കോംപ്ലക്സ് നമ്പറിനെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. എല്ലാവരും ഫസ്റ്റ് ഇയറിൽ പഠിച്ച ടോപ്പിക് ആയതുകൊണ്ട് വളരെ വേഗത്തിൽ സാറാ ഇൻട്രൊഡക്ഷൻ നൽകാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? എനി നമ്പർ that can be expressed in the form of a plus ib എന്ന് എഴുതാൻ പറ്റുന്ന റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉള്ള നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സ് നമ്പറിനെ നിങ്ങൾ പ്ലോട്ട് ചെയ്യുന്നത് ആർഗ്യന്റ് പ്ലെയിനിലാണ്. ഓർമ്മയുണ്ടോ? ആർഗ്യന്റ് പ്ലെയിൻ അല്ലെങ്കിൽ ഗോസിയൻ പ്ലെയിൻ എന്ന് പറഞ്ഞത് പോസിറ്റീവ് അല്ലെങ്കിൽ എക്സ് ആക്സിസ് എപ്പോഴും റിയലും വൈ ആക്സിസ് എപ്പോഴും ഇമാജിനറിയും ആയിട്ടുള്ള പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് ആർഗ്യന്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെടുത്തി എ പ്ലസ് ഐ ഡി ഫോം പറയുമ്പോൾ ഒട്ടും മറന്നു പോകാത്തൊരു ടേമാണ് ഐ. ഈ ഐ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി നമ്പറാണെന്നും ആ ഐയുടെ പേര് അയോട്ട എന്നാണെന്നും അയാളുടെ വാല്യൂ √(-1) ആണെന്നും എല്ലാവരും ഓർമ്മിച്ചിരിക്കുക. ഇനി ഈ ഐയുമായിട്ട് ബന്ധപ്പെടുത്തി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഐയുടെ പവേഴ്സിനെ കുറിച്ചാണ്. ഐയുടെ വാല്യൂ √(-1) ആണ് എങ്കിൽ ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആയിരിക്കും, ഐ ക്യൂബിന്റെ വാല്യൂ -i ആയിരിക്കും, i⁴ വാല്യൂ 1 ആയിരിക്കും. ഒരു ഇമ്പോർട്ടൻ്റ് നോട്ടായിട്ട് ആൾക്കാരെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഐയുടെ 4 പവേഴ്സിന്റെ വാല്യൂസിനെ കുറിച്ച് പഠിച്ചു. ഇനി പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് i⁴n plus i⁴n+1 plus i⁴n+2 plus i⁴n+3 വാല്യൂ. അപ്പോൾ ആൾക്കാർ നോക്കിയിരിക്കുക i⁴n, i⁴n+1, i⁴n+2, i⁴n+3. ഈ n-ഉം n+1ഉം n+2ഉം n+3 4 കൺസിക്യൂട്ടീവ് പവേഴ്സ് അല്ലേ? അപ്പോൾ ഐയുടെ 4 കൺസിക്യൂട്ടീവ് പവേഴ്സ് എവിടെ കിട്ടിയാലും അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഡയറിയുമായിട്ട് 0 എഴുതാം. ഫോർ എക്സാമ്പിൾ, ആദ്യം ചോദിക്കും വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് i⁴2005 പ്ലസ് i⁴2006 പ്ലസ് i⁴2007 പ്ലസ് i⁴2008 എന്ന് ചോദിച്ചാൽ ഇത് 4 ഐയുടെ 4 കൺസിക്യൂട്ടീവ് അല്ലെങ്കിൽ അടുത്തടുത്തുള്ള പവേഴ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് ഡയറക്റ്റ് എഴുതാം, 0 എഴുതാം. ഈ നോട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു ഉത്തരമാണ്. അതേപോലെ i⁴n ഇൻറ്റു i⁴n+1 ഇൻറ്റു i⁴n+2 ഇൻറ്റു i⁴n+3, അതായത് ഐയുടെ 4 കൺസിക്യൂട്ടീവ് പവേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കാൻ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും മനസ്സിലാക്കിയോ? -1 ആയിരിക്കും എന്ന് മനസ്സിലാക്കിയോളൂ. ഓക്കെയാണ്? അപ്പോൾ ഐയുടെ പവറുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തി 4 കൺസിക്യൂട്ടീവ് പവേഴ്സ് വന്നാൽ സം 0യും പ്രോഡക്റ്റ് -1 ആണെന്ന് ആൾക്കാർ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെയാണോ? ഇനി ഈ കോംപ്ലക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ കോംപ്ലക്സ് നമ്പറിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഉൾപ്പെടുന്നതാണ് ഒന്ന് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. മോഡുലസ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസിന് നമ്മൾ മോഡിസെന്റ് എന്ന് എഴുതും. ആ കോംപ്ലക്സ് നമ്പർ a+ib ആണ് എങ്കിൽ അയാളുടെ മോഡുലസിന് നമ്മൾ മോഡിസെന്റ് എന്ന് എഴുതും. ഈ മോഡിസെന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. ആരാണോ റിയൽ പാർട്ട് അതിന്റെ സ്ക്വയർ പ്ലസ് ആരാണോ ഇമാജിനറി പാർട്ട് അതിന്റെ സ്ക്വയർ. ഇവിടെ ഐലം എടുക്കാറില്ല. √(a² + b² ആണ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഈ കോംപ്ലക്സ് നമ്പർ എന്ന് ചാപ്റ്റർ പഠിച്ചു വരുമ്പോൾ ഇതൊക്കെ അറിഞ്ഞകത്തോട്ട് പോകുന്നതായിരിക്കും എളുപ്പം. എന്താ കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ്? കോൺജുഗേറ്റ് ഇസഡ് ബാർ സൂചിപ്പിക്കും. ഏത് കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് ആണോ എടുക്കേണ്ടത് ആ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റുക. വേറെ ആരുടെയും സൈൻ മാറ്റേണ്ടതില്ല, ഇമാജിനറി പാർട്ട്. അപ്പൊ ഞാൻ a+ib കോൺജുഗേറ്റ് ആണ് എഴുതുന്നതെങ്കിൽ ഈ -ib ആയിരിക്കും അയാളുടെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇസഡ് ബാർ. നമുക്ക് ഈ കോൺജുഗേറ്റിന്റെയും മോഡുലസിന്റെ പ്രോപ്പർട്ടീസ് ഇൻവോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവിടെ സാറ് പ്രോപ്പർട്ടീസ് പറഞ്ഞ് കളക്ട് ചെയ്യിപ്പിക്കുക. ഇനി മൂന്നാമത്തെ ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ ഇസഡ് ഇൻവേഴ്സ് എന്ന് എഴുതും. ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ z⁻ മോഡുലസ് ഓഫ് z². കോൺജുഗേറ്റിനെ മോഡുലസിന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറിനെയാണ് നമ്മളൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെയാണോ? ഈ 3 ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം. ഇനി ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടത് ഒരു കോംപ്ലക്സ് നമ്പർ z = a+ib എന്നൊരു
കോംപ്ലക്സ് നമ്പറിനെ തന്നു കഴിഞ്ഞാൽ ഇതിനെ പോളാർ ഫോമിലാക്കാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ടതാണ് പോളാർ ഫോം. ഈ പോളാർ ഫോമിന്റെ പ്രത്യേകത ഇതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? 6 ഉണ്ടായിരിക്കണം, cos theta plus I sin theta ഉണ്ടായിരിക്കണം. 6 cos theta plus I sin theta ആണ് ഏതൊരു കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം എന്ന് പറയുന്നത്. ഇതിൽ ഈ 6 കാണുന്നുണ്ടോ? 6 വരെ മോഡുലസ് തന്നെയാണ് റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. ഈ തീറ്റ കാണുന്നുണ്ടോ? ഈ തീറ്റയെ നമ്മൾ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാറുണ്ട്. ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാറുണ്ട്. ഇതിനെ റിലേറ്റ് ചെയ്തുള്ള കേസ് നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചോദ്യത്തിൽ സാധനം പറയാം. ഓക്കെയാണ്. ഇതാണ് ഇതിന്റെ പോളാർ ഫോം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കോംപ്ലക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെടുത്തി ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നു എന്ന് സാർ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഐയുടെ പവേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. പവേഴ്സ് ഓഫ് ഐ വരുന്ന 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അടുത്തത് പവേഴ്സ് ഓഫ് ഐ പറയുന്നുണ്ട്. അടുത്തത് നമ്മൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞൊരു പുതിയ അടിപൊളി കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ സെക്ഷൻ ചെയ്യുന്നുണ്ട്. ഡി മൂവിയേഴ്സ് തിയറം. ഡി മൂവിയേഴ്സ് തിയറം എന്ന് പറഞ്ഞ തിയറം ബേസ് ചെയ്ത് 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ്, കോൺജുഗേറ്റ് ആൻഡ് ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റിന്റെയും മോഡുലസിന്റെയും കോൺജുഗേറ്റിന്റെയും ചില പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസും ഇൻവോൾവ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതിലൂടെ കോംപ്ലക്സ് നമ്പറിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? The multiplicative inverse of 1 plus I divided by 1 minus I is 1 plus I divided by 1 minus I യുടെ multiplicative inverse എഴുതാനാണ്. അപ്പോൾ നമുക്ക് എന്ത് കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് Z is equal to 1 plus I divided by 1 minus I തന്നിട്ടുണ്ട്. ഇതാണ് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ. ഇതിന്റെ എന്ത് എഴുതണം? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. എല്ലാവർക്കും അറിയാം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ ഫോർമുല എന്താ? Z bar divided by modulus of Z the whole square ആണ്. നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചതുമാണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം അറിയാം? നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്. Z is equal to A plus IB എന്നൊരു കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിൽ നിന്നും കോൺജുഗേറ്റ് എടുക്കാനാണ് പഠിച്ചത്. അതിൽ നിന്നും മോഡുലസ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ശ്രദ്ധിച്ചോണം? ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എടുക്കാനോ കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനോ പോളാർ ഫോമിൽ എഴുതാനോ സ്ക്വയർ റൂട്ട് എഴുതാനോ അങ്ങനെ പ്രധാനപ്പെട്ട എന്ത് കണ്ടീഷൻസ് എഴുതാൻ ചോദിച്ചാലും ഇത് ഏത് ഫോമിലായിരിക്കണം? അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമായ A plus IB ഫോമിലായിരിക്കണം. ഈ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ A plus IB ഫോമിലല്ല. ഈ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് ഏതാണെന്നും ഇമാജിനറി പാർട്ട് ഏതാണെന്നും ഈ അപ്പിയറൻസിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെയാണോ? അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുകയും ഇതിനെ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമായ A plus IB ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. എങ്ങനെയാണ് ഇത്തരം ക്വസ്റ്റ്യൻസിനെ കൺവേർട്ട് ചെയ്യാൻ പഠിച്ചിട്ടില്ലടാ? ഡിനോമിനേറ്ററിൽ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുക. ഈ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേര് റാഷണലൈസിംഗ് ദ ഡിനോമിനേറ്റർ എന്ന് വിളിക്കും. ഓക്കെയാണോ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ ആൾക്കാർക്ക് 1 plus I the whole square divided by ഇത് A minus B into A plus B ഇത് A square minus B square എന്നാവും ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് what is A plus B the whole square? A square plus 2AB plus B square divided by താഴെ 1ന്റെ സ്ക്വയർ 1 ഐയുടെ സ്ക്വയർ -1 ആണ്. നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഐയുടെ പവർ പറഞ്ഞപ്പോൾ സാർ പറഞ്ഞായിരുന്നു. ഓക്കെയാണോ? ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus 2I minus 1 divided by 2 എന്ന് കിട്ടും. ഈ +1 -1 വെട്ടിപ്പോയി കഴിഞ്ഞാൽ I എന്ന് കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 1 plus I divided by 1 minus I എന്ന കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? I ആണ്. അത്ര I എന്ന് എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് 0 plus I എന്ന് എഴുതുക. ഇതിന്റെ അർത്ഥം എന്താ? ഈ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് 0 തന്നെ. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് 0 ആണെങ്കിൽ അത്തരം കോംപ്ലക്സ് നമ്പറുകൾ പ്യുവർലി ഇമാജിനറി കോംപ്ലക്സ് നമ്പേഴ്സ് പറയും. പ്യുവർലി ഇമാജിനറി നമ്പേഴ്സ് പറയും. ഓക്കെയാണോ? അപ്പൊ ഇനി ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. Z ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? Z ബാർ. Z ബാറിന്റെ മീനിങ് കോൺജുഗേറ്റ് എടുക്കുക. 0 plus I അല്ലേ നമ്മൾ Z ബാർ എടുക്കും. 0 minus I ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എടുക്കുന്നത് അതിന്റെ ഇമാജിനറി പാർട്ടിന്റെ സിമ്പിൾ റിവേഴ്സ് ചെയ്യുക.
ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡിന്റെ സ്ക്വയർ. എന്താണ് മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ, അതിന്റെ ഹോൾ സ്ക്വയർ എടുക്കാനുള്ള ആവശ്യത്തിലുണ്ട്. അപ്പോൾ ഇത് മൈനസ് ആയി ഡിവൈഡഡ് ബൈ ഇത് 1 എന്ന് കിട്ടി. ആൻസർ -3 ആണ്. നിങ്ങളുടെ ഓപ്ഷൻ എ ആണ്.